സാർ, ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ വ്യോമ പ്രതിരോധ സംവിധാനം അയൺ ഡോം ആയിരുന്നു. ഇപ്പോൾ ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം അമേരിക്കയിലും അയൺ ഡോം വിന്യസിക്കാനൊക്കെ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, അത് ഈ പസഫിക് ദ്വീപിൽ, ശാന്തസമുദ്രത്തിലെ ദ്വീപ് ഗുവാം, അവിടെ പണി നടക്കുകയാണ് ഇപ്പോൾ അയൺ ഡോമിൻ്റെ. ഇസ്രയേൽ ഒരു വളരെ ചെറിയ രാജ്യമാണ്. അപ്പോൾ അയൺ ഡോം എന്ന് പറയുന്നത് ഒരു മൊബൈൽ മിസൈൽ വേദ സംവിധാനമാണ്. ഇപ്പോൾ ഇറാനിൽ നിന്നോ യമനിൽ നിന്നോ ഒക്കെ അയക്കുന്ന മിസൈലുകൾ അത് മറ്റേ സഞ്ചരിക്കാവുന്ന സംവിധാനമാണ്. മൊബൈൽ ട്രക്കിൽ ലോഡ് ചെയ്തിരിക്കുന്ന മിസൈൽ സംവിധാനമാണ്, ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ആകാശത്ത് നിന്ന് വരുന്ന മിസൈലിനെ മധ്യത്തിൽ വെച്ചിട്ടോ വീഴുന്നതിന് മുമ്പോ ഒക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് നിർവീര്യമാക്കുന്ന സംവിധാനമാണ് അയൺ ഡോം. ഇസ്രയേലിൽ സഞ്ചരിക്കുന്ന മിസൈൽ വേദ സംവിധാനത്തിനെയാണ് ഈ അയൺ ഡോം എന്ന് പറയുന്നത്. ഇസ്രയേലിനാണെങ്കിൽ അതിന് 4 തലങ്ങളൊക്കെ ഉണ്ട്. ഇസ്രയേലിൽ 4 തലം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന റോക്കറ്റുകളെ അല്ലെങ്കിൽ മിസൈലുകളെ തകർത്ത് കളയുന്നതാണ്. അതിന് ഡേവിഡ് സ്ലിംഗ് എന്ന് പറഞ്ഞൊരു മിസൈൽ വേദ സംവിധാനം എൻ്റെ അകത്തുണ്ട്. അത് ചെറിയ ഷോർട്ട് മീഡിയം ഡിസ്റ്റൻസിൽ ലഘുദൂര മധ്യദൂര മിസൈലുകളെ നശിപ്പിക്കുന്നതാണ് ഈ ഡേവിഡ് സ്ലിംഗ് എന്ന് പറയുന്നത്. ആരോ 2 എന്ന് പറഞ്ഞ മിസൈൽ ഭേദ സംവിധാനം, ആരോ 3 എന്ന് പറഞ്ഞ മിസൈൽ ഭേദ സംവിധാനവും അതിൻ്റെ ഒരു തലാണ്. അത് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കുന്ന സംവിധാനമാണ് അത്. അങ്ങനെയാണ് അതിൻ്റെ അയൺ ഡോമൊക്കെ. പക്ഷേ അമേരിക്ക വളരെ വിപുലമായ വലിയൊരു രാജ്യമാണല്ലോ ഇസ്രയേലിനെ അപേക്ഷിച്ച്. അപ്പോൾ ഇത് ഇസ്രയേലിൻ്റെ പല ഇരട്ടി കൂടുതൽ വേണ്ടിവരും സംവിധാനങ്ങൾ. അങ്ങനെ വേണ്ടിവരും. ഇൻ്റർസെപ്റ്റേഴ്സൊക്കെ ബഹിരാകാശത്തുമൊക്കെ വേണ്ടിവരും. ഭൗമാന്തരീക്ഷത്തിൻ്റെ പുറത്ത് അതിന് വേണ്ടിവരും എന്നുള്ളത് ഉറപ്പാണ്. വളരെ ചിലവ് വരും, എക്സ്പെൻസീവ് ആയിരിക്കും. അടുത്ത നെക്സ്റ്റ് ജനറേഷൻ സംവിധാനമായിരിക്കണം, അടുത്ത തലമുറ. പഴയവരിനടുത്ത് കൊണ്ടുവച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു മിസൈൽ ഡിഫൻസ് ഷീൽഡ്, അതാണ് അമേരിക്കയുടെ അയൺ ഡോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മിസൈൽ ഭേദ കവചം എന്ന് പറയാം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പസഫിക് ഐലൻഡിലെ ഗുവാമിൽ പണി നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ദ്വീപ് 210 ചതുരശ്ര കിലോമീറ്ററാണ് ഈ ദ്വീപ്. അമേരിക്കയുടെ കൈവശമാണ് ദ്വീപ്. അവിടെ 1,75,000 പേര് ജീവിക്കുന്നുണ്ട് ആ ദ്വീപിൽ, 1.25 ലക്ഷം പേര്. അവിടെ അമേരിക്കയുടെ ആൻഡേഴ്സൺ എന്ന് പറഞ്ഞ വ്യോമതാവളം ഈ ഗുവാമിലുണ്ട്. അമേരിക്കയുടെ എയർഫോഴ്സിൻ്റെ ബോംബർ വിമാനങ്ങൾ അവിടെ ഉണ്ട് താവളത്തിൽ. B-1, B-52, B-2 വിമാനങ്ങളൊക്കെ ഉണ്ട് അവിടെ. അമേരിക്കയുടെ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ അന്തർവാഹിനികൾ അവിടെ ആ ഭാഗത്തുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈന തായ്വാനെ ആക്രമിക്കുകയാണെങ്കിൽ തായ്വാന് സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ അന്തർവാഹിനികളൊക്കെ നിൽക്കുന്നത്. നങ്കൂരം മറ്റേ കടലിൻ്റെ അടിയിലുള്ളത്. ചൈനയിൽ നിന്ന് 3000 കിലോമീറ്റർ ആണ് ദൂരം ഗുവാം ദ്വീപ്. 2100 കിലോമീറ്ററാണ് നോർത്ത് കൊറിയയിൽ നിന്ന്. ഈ ചൈനയുടെ നോർത്ത് കൊറിയയുടെ പേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ രണ്ടുപേരും മിസൈൽ ശക്തികളും മിസൈൽ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുമാണ്, അമേരിക്കയ്ക്കെതിരുമാണ്. കൊറിയയുടെ ഭീഷണി ഗുവാമിന് ഉണ്ട് താനും. ഗുവാം ഒരു താവളമാണ്. കാരണം കൊറിയയ്ക്കും ചൈനയ്ക്കും ഭീഷണിയാകുന്ന താവളമാണ് ഈ ഗുവാം. 3000 കിലോമീറ്ററിലൊക്കെ മറ്റേ ദീർഘദൂര മിസൈൽ അമേരിക്ക ഉണ്ടല്ലോ. പക്ഷേ ഈ നോർത്ത് കൊറിയ പ്രതിരോധിക്കാൻ സൗത്ത് കൊറിയയിൽ കുറച്ച് മിസൈലൊക്കെ സജ്ജമാക്കിയിട്ടില്ല, ആർമി ബേസും ഒക്കെ. അതൊക്കെ അപ്പോൾ ഈ കഴിഞ്ഞ ഇതിപ്പോൾ ഫെബ്രുവരി, ഡിസംബറിൽ ഈ പണിയൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കൻ മിസൈൽ ഡിഫൻസ് ഏജൻസി MDA MDAക്കാണ് ഇതിൻ്റെ ചുമതല.
മിസൈൽ ഡിഫൻസ് ഏജൻസി. അപ്പോൾ ഗുവാമിലുള്ള സിസ്റ്റത്തിൻ്റെ പേര് ഏജിക് ഗുവാം സിസ്റ്റം എന്നാണ്. ഏജിസ് എന്ന് പറയാം. അത് ഈ ഡിസംബറിൽ ഒരു ഇൻ്റർസെപ്റ്റർ ലോഞ്ച് ചെയ്തു, പരീക്ഷിച്ചു, ഒരു മിസൈൽ പരീക്ഷണം നടത്തി. ബാലിസ്റ്റിക് മിസൈലിനെതിരെ ഉള്ള പരീക്ഷണമായിരുന്നു. ദീർഘദൂരമാകുമ്പോൾ ബാലിസ്റ്റിക് മിസൈലായിരിക്കും, ഇന്റർ കോണ്ടിനെൻ്റൽ ICBM ആയിരിക്കും. അങ്ങനെ ഒരു ICBM അമേരിക്ക തന്നെ അയച്ച് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നൊരു പരീക്ഷണം നടത്തി ഡിസംബറിൽ. ടെസ്റ്റ് അമേരിക്കൻ നേവിയുടെ കപ്പലുകൾ, നാവികസേനയുടെ കപ്പലുകൾ ഉപയോഗിക്കുന്ന തരം മിസൈലുകളാണ് ഇതിൽ പരീക്ഷണത്തിൽ ഉപയോഗിച്ചത്. അമേരിക്കൻ വ്യോമസേനയുടെ C-17 വിമാനം ഒരു മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചു, എന്നിട്ടാണ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത്. അമേരിക്കയുടെ C-17 വിമാനം ഒരു മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിക്കുക, എന്നിട്ട് ഈ സംവിധാനം ഉണ്ടല്ലോ, മിസൈൽ വേദ സംവിധാനം, ഏജിസ് എന്ന് പറയുന്ന അയൺ ഡോം ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത്, അത് തീരത്ത് നിന്ന് വിക്ഷേപിച്ചിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യുക, റഡാർ കണ്ടെത്തുന്നു അതിനെ. അത് കഴിഞ്ഞ് വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റത്തിൽ നിന്ന് ഇൻ്റർസെപ്റ്റർ അയക്കുന്നു, ആ മിസൈലിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത്. ഒരു ശത്രു അയക്കുന്നത് പോലെ അമേരിക്ക തന്നെ അയക്കുന്നു, അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. ഈ പരീക്ഷണമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഭൗമാന്തരീക്ഷത്തിൻ്റെ അപ്പുറം വെച്ചിട്ടാണ് ഇൻ്റർസെപ്റ്റ് ചെയ്തത് ബാലിസ്റ്റിക് മിസൈലിനെ, ബഹിരാകാശത്ത് വെച്ചിട്ടാണ് ചെയ്തതെന്ന് പറയാം. ലോക്ക് ഹീഡ് മാർട്ടിൻ ആണ് ഈ ഏജിസ് സിസ്റ്റം പണിതിരിക്കുന്നത്, വിമാന കമ്പനി അല്ലേ. ലോക്ക് ഹീഡ് മാർട്ടിനാണ് ഈ വേറെയും ഈ സിസ്റ്റത്തിലും ഒക്കെ പണി നടത്തുന്നത്. വിമാന കമ്പനി തന്നെയാണ് ഈ താഡ് പോലെയൊക്കെയുള്ള. അപ്പോൾ കരയിൽ ബേസ് ചെയ്ത ഈ ഏജിസ് സിസ്റ്റത്തിൻ്റെ അപ്പുറത്തേക്കാണ് പരീക്ഷണം പോയത്. കാരണം ബഹിരാകാശത്തേക്കും പരീക്ഷണം പോയല്ലോ, ഭൗമാന്തരീക്ഷത്തിലേക്കും. ഇസ്രയേലിൻ്റെത് നമ്മൾ 4 തലത്തിലുള്ളതാണെന്ന് പറഞ്ഞല്ലോ സിസ്റ്റം. ഈ ഗുവാമിലെ ഈ ഏജിസ് സിസ്റ്റത്തിൻ്റെ അകത്ത് താഡ് സംവിധാനം, മിസൈൽ വേദ സംവിധാനം കൂടി, താഡ് ഒരെണ്ണം ഇസ്രയേലിലേക്ക് അമേരിക്ക കൊണ്ടുവന്നിരുന്നു ഒരു 3-4 മാസം മുമ്പ്. അവസാന ഘട്ടത്തിൽ ഇറാൻ ചിലപ്പോൾ കടുത്ത എന്തെങ്കിലും പ്രയോഗം നടത്തിയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഗുവാമിലെ സിസ്റ്റത്തിൽ താഡും കൂടി ഉണ്ട്. താഡ് ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്നാണ് താഡ് എന്ന് പറയുന്നത്. അപ്പോൾ താഡ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ശത്രു അയക്കുന്ന മിസൈലിനെ അതിൻ്റെ സഞ്ചാര പദത്തിൽ വെച്ച് തന്നെ അതെ തകർത്ത് കളയും. ഏജിസ് സിസ്റ്റം മിസൈലിനെ അതിൻ്റെ മധ്യഘട്ടത്തിൽ വെച്ചാണ് തകർക്കുന്നത്. അതുപോലെ ഭൗമാന്തരീക്ഷത്തിന് പുറത്തൊക്കെ ചെയ്യാനായിട്ട് പാട്രിയറ്റ് മിസൈൽ അതുമുണ്ട് ഗുവാമിൽ. പണ്ട് നമ്മൾ ഇറാഖ് യുദ്ധത്തിലൊക്കെ കേട്ടിരുന്നില്ലേ. പാട്രിയറ്റും ഉണ്ട്. അപ്പോൾ ഏജിസ്, താഡ്, പാട്രിയറ്റ് ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ ഇതിന് ഇൻ്റഗ്രേറ്റഡ് എയർ ആൻഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയും. ഇതാണ് അമേരിക്കയുടെ അയൺ ഡോം എന്ന് പറയുന്നത്. EMAMD, ഇൻ്റഗ്രേറ്റഡ് എയർ ആൻഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം. അതാണിപ്പോൾ ഗുവാമിൽ ഉള്ളത്. അമേരിക്കയുടെ മൊത്തം പ്രതിരോധത്തിനും ഇങ്ങനെയാണ് വരിക. 360 ഡിഗ്രി കവറേജ് ആണ് അമേരിക്കയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് അധികാരം ഏറ്റെടുത്തപ്പോൾ ലോകത്തിൽ വലിയ മാറ്റങ്ങൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ അനധികൃത കുടിയേറ്റക്കാരെയൊക്കെ ഒഴിപ്പിക്കുന്നുണ്ട്. അപ്പം മറ്റ് ചില രാജ്യങ്ങളുടെ ശത്രുപക്ഷത്തേക്ക് അമേരിക്ക വരുന്നതുകൊണ്ടുകൂടി ആകാം ഈ പ്രതിരോധ സംവിധാനം അല്ലേ. ഒരുപാട് അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യുക്രൈൻ്റെ ഈ റഷ്യയുമായിട്ടുള്ള സമാധാന പദ്ധതി അത് പെട്ടെന്നുണ്ടാവും എന്ന് പറയുന്നുണ്ട് അടുത്ത മാസമൊക്കെ. പക്ഷെ പകരമായിട്ട് ട്രംപ് ചോദിക്കുന്നത് അവിടെ റയർ എർത്ത് മിനറൽസ് ഉണ്ട്. റഷ്യയിൽ അല്ല, യുക്രൈനിൽ വലിയ ധാതുസമ്പത്തുള്ള സ്ഥലം. ധാതുസമ്പത്ത്, ആ ധാതുസമ്പത്തിൽ ഒരു പങ്ക് ഞങ്ങൾക്ക് വേണം എന്ന് ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കരാറിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഇപ്പൊ ഗ്രീൻലാൻഡ് പലതും ചോദിക്കുന്നില്ലേ. അതെ അതെ.
ഗാസ ചോദിക്കുന്നില്ലേ, അതെ. അത് സുന്ദരമാക്കാമെന്ന റിയൽ എസ്റ്റേറ്റ്. അതുപോലെ ഈ ധാതു സമ്പത്ത്, റെയർ എർത്ത് മിനറൽസ്, അതിൽ സമ്പന്നമാണ് മറ്റേ യുക്രൈൻ എന്ന് പറയുന്നത്. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നപ്പോൾ യുക്രൈനിലായിരുന്നു പല കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത്, ആണവ പരീക്ഷണങ്ങളും ഒക്കെ. അപ്പോൾ ധാതു സമ്പത്ത് ചോദിക്കുന്ന പല റിപ്പോർട്ടുകളിലും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഏതെങ്കിലും തരത്തിലൊരു ഭീഷണി ഉണ്ടായാൽ അയൺ ഡോം ഉള്ളതുകൊണ്ട് ഇനി ആ പ്രതിരോധവും ശക്തമാകുമെന്ന് അർത്ഥം അല്ലേ? അതായത് ട്രംപ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ പല സ്ഥലത്തും കയറി ഇങ്ങനെ നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഇത് ചൈനയിൽ നിന്നും ഉത്തര കൊറിയയുടെ ഭീഷണി ഉണ്ടല്ലോ, അതെ, അത് ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അയൺ ഡോം എന്നുള്ള ആലോചന വന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത്. പിന്നെ ഇസ്രയേലിൻ്റെ ഉദാഹരണം മുമ്പിലുണ്ട് താനും, അവരുടെ അയൺ ഡോമിൻ്റെ. മറ്റേ അമേരിക്കയ്ക്ക് അത്രയൊന്നും പോരാ, വളരെ ചിലവുള്ളൊരു സിസ്റ്റം ആണ്. പക്ഷെ അമേരിക്കയ്ക്ക് ഭൗമാന്തരീക്ഷത്തിൻ്റെ പുറത്തുകൂടി പോകുന്ന മിസൈലുകളെ പോലെ അത് അങ്ങനെ ഒരു കവചം ആണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.